എല്ലാറ്റിനും അപ്പുറത്തൊരു ലോകമുണ്ട്, സാഗരമുണ്ട് എന്ന്. ഇതുപോലെ നമ്മളുണ്ടല്ലോ, ഒരു ലെവലിൽ മാത്രം ജീവിച്ച് ശീലിച്ചവർക്ക് ഇതിനപ്പുറത്തൊന്നുണ്ട് എന്ന് പോലും അറിയില്ല. പാവം കൂടുതൽ ആളുകളും ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും ഭാഗ്യമില്ലാത്തവരാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളാണെങ്കിലോ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങളുമില്ല. നോക്കൂ, നമ്മൾ മറ്റ് മതസ്ഥരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, അവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ അവരുടെ പള്ളികളും അവരുടെ മോസ്കുകളും ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഹിന്ദു സ്ഥാപനങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. അതുകൊണ്ടായിരിക്കാം ചില മനസ്സുകളൊക്കെ അങ്ങനെ കുരുങ്ങിപ്പോകുന്നത്. കുട്ടിക്കാലത്തെ ക്രിമിനലുകളായിട്ടും കുട്ടിക്കാലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി തീർന്ന് ഒരു വലിയ ദുരന്തത്തിലേക്ക് ലോകത്തെ നയിക്കുന്നത് എന്ന് പറയാനും. അതുകൊണ്ട് കുട്ടികളോട് പറയണു, കുട്ടികളെ കേവലം മൃഗങ്ങളെപ്പോലെ സുഖങ്ങൾ അനുഭവിക്കാൻ മാത്രമല്ല നമുക്ക് സാധിക്കുക, നമുക്കതിൽ നിന്നും ഉയരാൻ സാധിക്കും. അതിനെന്ത് വേണം? ഉപാസനയിലൂടെ മനസ്സിനെ തമബുദ്ധിയിലേക്ക് എത്തിച്ചിട്ട് ആരെ അനുഭവിക്കാൻ പറ്റും? ബ്രഹ്മസൗഖ്യം ത്വനന്തം. അതിനെന്ത് വേണം? അതിന് വേണ്ടത് മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ തമോദ്വാരം യോഷിതം സംഗി സംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഗത സാധവോയേ. മഹൽ സേവാം, ആരെ സേവിക്കണം? അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ആളുകളെ മാത്രം സേവിച്ചാൽ പോരാ. അതായത് വിദ്യാഭ്യാസം, സ്കൂളുകളും വീടും ഇങ്ങനെയുള്ള കാര്യം മാത്രം പോരാ. എന്തുകൂടി വേണം? മഹൽ സേവ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം സത്സംഗങ്ങൾ വേണം എന്നർത്ഥം. നോക്കൂ, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, ക്ഷേത്രങ്ങളിൽ പോലും എന്ത് വേണം? സത്സംഗങ്ങൾ വേണം. അപ്പോഴേ നമ്മുടെ കുട്ടികൾക്കൊക്കെ പലതും ചിന്തിക്കാനും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ക്ഷേത്രങ്ങളിൽ പോയാലുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതൊരു മോണോലോഗാണ്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ആൻസർ. You will have a lot of questions in your mind, but you will not get answer. Nobody can answer you. പക്ഷേ നമ്മൾ സത്സംഗങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സാധിക്കും. കാരണം അവിടെ ചർച്ചകളാണുള്ളത്. അപ്പം അതുകൊണ്ട് സത്സംഗം എന്ന് പറയുന്നത് ഡയലോഗാണ്. മറ്റതൊരു മോണോപ്പൊളി എന്ന് പറയുന്ന പോലെ മോണോലോഗാണ്. യു വിൽ നോട്ട് ഗെറ്റ് എനി ആൻസർ എന്നാണ്. അതുകൊണ്ട് കുട്ടികളെ മഹൽ സേവാം ദ്വാരമാഹു വിമുക്തേ, സത്സംഗത്തിലൂടെ മാത്രമേ മനസ്സിനെ ഉയർത്താൻ സാധിക്കുള്ളൂ. യോഷിതാം സംഗി സംഘം. ഇവിടെ യോഷിത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ സംസ്കൃതത്തിൽ യോഷിത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. ഇവിടെ യോഷിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം തന്നെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ജീവിക്കുന്നവരോടുള്ള സംഘം നമ്മളെ തമോദ്വാരം എങ്ങോട്ട് നയിക്കും? അപ്പം ഇന്ദ്രിയത്തിൻ്റെ ലെവലിലാണ് ജീവിതമെന്ന്, അതാണ് സുഖമെന്ന് ധരിച്ച് ജീവിക്കുന്നവരോട് കൂടിക്കഴിഞ്ഞാൽ യു വിൽ ഗോ ടു അട്ടർ ഡാർക്ക്നെസ്. സത്സംഗത്തിലൂടെ തിരിഞ്ഞു കഴിഞ്ഞാലോ പ്രകാശത്തിലേക്ക് ജീവിതത്തെ നയിക്കാൻ സാധിക്കും. അപ്പോൾ ഇരുട്ടിലേക്കും പോവാം, പ്രകാശത്തിലേക്കും പോവാം. അങ്ങനെയുള്ള സജ്ജനങ്ങളെ നമ്മൾ കണ്ടെത്തണം. മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഗത സാധവോയേ. തൻ്റെ മനസ്സിനെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി പാകപ്പെടുത്തിയെടുത്തിരിക്കുന്ന സാധുക്കു ജനങ്ങൾ, അങ്ങനെയുള്ള സജ്ജനങ്ങളോട് ചേർന്ന്, ഇവിടെ അങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം? ശാസ്ത്രം മനസ്സിലാക്കിയവരിലൂടെ നമ്മൾ സത്സംഗത്തിലൂടെ പോയാൽ അവരിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാസ്ത്രം മനസ്സിലാക്കാം. അപ്രകാരമുള്ള സജ്ജനങ്ങളുമായി ചേർന്ന് മനസ്സിനെ, ഉണ്ണികളെ ഉയർത്തണം എന്ന്. അങ്ങനെ ഉയർത്തിയാൽ ഏവാമയീശേ കൃതസൗഹൃദാർത്ഥാം ജനേഷു ദേഹം വരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സോ ന പ്രീതിയുക്താം യാവദർത്ഥാസ്ഥലോകേ. ഉണ്ണികളെ, യോവാ മയീശകൃത സൗഹൃദാർത്ഥാം, ആരാണോ ഇപ്രകാരം സത്സംഗികളായിട്ട് ഈശ്വരനുമായി എന്നോട് സൗഹാർദ്ദമുറപ്പിക്കുന്നത്, അങ്ങനെയുള്ളവർ അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. എന്നാൽ ജനേഷു ദേഹം പരവർത്തികേഷു, ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ശരീരം, അതുപോലെ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെയാണ് എൻ്റെ എന്ന് കരുതി ഗൃഹേഷു ജായ ആത്മജരാതിമത്സോ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ ആരെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ ന പ്രീതിയുക്ത യാവദർത്ഥാസ്ഥലോകേ, അങ്ങനെയുള്ള ആളുകളോട് ചേർന്നാൽ എന്നിലേക്ക് മനസ്സിനെ ഉയർത്താൻ പ്രയാസമാണ്. അതായത് ലൗകികത്തിൽ മാത്രം മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് മനസ്സിനെ ഒരിക്കലും മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നൂനം പ്രമത്ത കുരുദേ വികർമ്മ യദിന്ദ്രിയ പ്രീതയ ആപ്രണോതി
ന സാധുമന്യേയത ആത്മനോയം അസന്നഭിക്ലേശത ആസദേഹ നൂനം പ്രമത്ത കുരുതേ വികർമ്മ യഥിന്ദ്രിയ പ്രീതയ ആപ്രണോതി. ഇന്ദ്രിയപ്രീതികൾക്ക് വേണ്ടി അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിലൂടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കി. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? ഇന്ദ്രിയങ്ങളിലൂടെയാണ് സുഖമെന്ന് കരുതി അതിനുവേണ്ടി സമ്പത്ത് നേടി കല്യാണം കഴിഞ്ഞു മക്കളായി അതിലൂടെയൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കി വീട് അതിലൊക്കെ മനസ്സുറപ്പിച്ചിട്ട് അങ്ങനെ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ന സാധുമന്യേ യഥ ആത്മനോയം അസന്നഭിക്ലേശത ആസദേഹ. അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കാതെ വരും. അവരുടെ മനസ്സ് ആരോട് ഒട്ടിച്ചേരും? ഈ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന ശരീരത്തോട് ഒട്ടിച്ചേർന്ന് വീണ്ടും ക്ലേശങ്ങൾ അനവധി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കുട്ടികളെ, പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവൽ ക്രിയാതാവതിദം മനോവൈ കർമാത്മകം ഏന ശരീരബന്ധാം. ഉണ്ണികളെ, യാവത് ജിജ്ഞാസത ആത്മതത്വം ന. വളരെ രസകരമാണ്. ആത്മതത്വം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ആ തത്വത്തെക്കുറിച്ച് ഒരിക്കലും യാവത് എത്ര കാലത്തോളം ജിജ്ഞാസത, അങ്ങനെ ഒരു ശക്തി എന്നിലുണ്ട് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഇല്ലാത്തടത്തോളം കാലം, അങ്ങനെ ഒരു ജിജ്ഞാസയും ഇല്ലാത്തടത്തോളം കാലം അവർക്ക് ക്രിയാതാവതിദം മനോവൈ, ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ക്രിയകൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അങ്ങനെ കർമാത്മകം ഏന ശരീരബന്ധ, കർമ്മങ്ങൾ ചെയ്ത് 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 അതിനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊരു കർമ്മം, അത് കഴിഞ്ഞാൽ മറ്റൊരു കർമ്മം, അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ശരീരം ഉപേക്ഷിക്കണം. വീണ്ടും ആ മനസ്സിന് ശരീരം വീണ്ടും എടുക്കണം. എത്ര ജന്മങ്ങളിൽ ആത്മതത്വം അറിയുന്നത് വരെ, അതുവരെ അവരുടെ ജീവിതം അവബോധജാതം, ബോധമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അവർ അറിയില്ല. അത്രയും കാലം അവരുടെ ജീവിതം പരാതികൾ നിറഞ്ഞതായിരിക്കും. അപ്പം നമ്മളൊക്കെ ഈ പരാതികൾ ഉള്ളവരായി തീരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഈ ജീവിതം തന്നെ ഇങ്ങോട്ട് സത്യമായിട്ട് എടുക്കുകയാണ്. നമ്മുടെ വീട്, ഭാര്യ, മക്കള്, ഇത് തന്നെ സത്യം അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും, ഇത് തന്നെയാണ് ശാശ്വതം എന്ന്. അപ്പോൾ നമ്മൾ ഇതൊന്നും ശാശ്വതമല്ല എന്നല്ല ഭാഗവതം പറയുന്നത്, നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇതിനോട് ചേരുകയും വേണം, ഇതിൽ നിന്ന് വിടുകയും വേണം. അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊക്കെ വിട്ടുപോകണമെന്നല്ല പറയുന്നത്. അതിനോടൊക്കെ ചേർന്നുകൊണ്ട് മാറി നിൽക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുത്തില്ലെങ്കിൽ പരാഭവത്താവത് അവബോധജാതം, എന്നും പരാതികൾ ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല. ഒരാൾ വിചാരിക്കും, ഭാര്യ വിചാരിക്കും ഞാനാണ് നല്ലതെന്ന്, ഭർത്താവ് പൊട്ടനാണെന്ന്. ഭർത്താവ് വിചാരിക്കും എനിക്കേ ബുദ്ധിയുള്ളൂ, ആർക്കില്ല, ഭാര്യയ്ക്കില്ല. അങ്ങനെ ഭാര്യ ഭർത്താവിനെയും കുറ്റം പറയും, ഭർത്താവ് ഭാര്യയും കുറ്റം പറയും. അയാൾ വിചാരിക്കും ഞാൻ ഓക്കെ, ഇവള് പി കെ എന്ന്. അങ്ങനെ ഓക്കെയും പി കെയും തമ്മിൽ എന്നും പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ജീവിതം അങ്ങോട്ട് ധരിച്ച് അങ്ങോട്ട് ജീവിതം നയിക്കുന്ന സമയത്ത് പിന്നെ ജീവിതം വഴിമുട്ടി. ഒരാൾക്ക് മറ്റൊരാളിൽ പരാതി ഉണ്ടാവും, മറ്റൊരാൾക്ക് മറ്റൊരാളിൽ പരാതി ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ജീവിതം അങ്ങോട്ട് ധരിക്കുകയാണ്. ഒരാളും പെർഫെക്റ്റ് അല്ല, എല്ലാവരുടെ സ്വഭാവത്തിലും സ്വഭാവ വൈകല്യങ്ങളുണ്ടാവും. എല്ലാവരും ഒരുപോലെയായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആവുമായിരുന്നില്ല. ഉണ്ടോ? അതല്ലേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒരാൾക്കും നിങ്ങളെപ്പോലെ നിങ്ങളുടെ സ്വഭാവം പോലെ ആവാൻ പറ്റില്ല. നീ നോക്കൂ, നിങ്ങളതൊക്കെ വിടൂ, ഭർത്താവിൻ്റെ സ്വഭാവം വിടൂ, മക്കളുടെ സ്വഭാവം ഒരുപോലെയാണോ? നിങ്ങൾ പ്രസവിച്ചുണ്ടാക്കിയ കുട്ടികളല്ലേ? അവനവൻ പ്രസവിച്ച കുട്ടികൾക്ക് പോലും അവനവൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ പിന്നെ ആരുടെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവുക? അതുകൊണ്ട് ഒരാളുടെ സ്വഭാവത്തെ നമ്മൾ നേരെയാക്കാൻ ശ്രമിച്ചാലും നേരെയാവില്ല. പിന്നെ ആരുടെ സ്വഭാവം നേരെയാക്കാൻ നല്ലത്? അതല്ലേ നമുക്ക് ഏറ്റവും പ്രയാസം. കാരണം നമ്മൾ അത്ര ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ലോകത്തിൽ എൻ്റെ സ്വഭാവം പോലെ ഒരാളില്ല എന്ന്. അങ്ങനെ ഒരാളെ കിട്ടിയാൽ മതിയിരുന്നു എന്ന്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം. നിങ്ങളുടെ അല്ല, പൊതുവെ എൻ്റെയൊക്കെ. നിങ്ങളെന്തിനാ ചീത്ത പറയണത്? അപ്പം അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ വെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുന്നില്ല ഇതല്ല ജീവിതം, ഇനിയും നമുക്കിതിൽ നിന്ന് ഉയരാണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണം? ഏതു സ്വഭാവമുള്ളവരെയും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം, അവരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഉയർത്താനും സാധിക്കണം. അവരെന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്. എന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കാത്തൊരു സന്തോഷം കൊടുക്കുന്നൊരു സ്വഭാവം. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്?
അവരെന്ത് പറഞ്ഞാലും ഒരു തൂവ നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനോട് പറയുമോ നീ എന്നെ കടിക്കരുതെന്ന്? കടിത്തൂവ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ മേല് വെച്ചിട്ട് നമ്മളിങ്ങനെ ചൊറിയാണ്. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അതൊന്നും നമ്മൾ കടിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതിൻ്റെ സ്വഭാവം അത് കാണിക്കും, നമ്മുടെ സ്വഭാവം നമ്മൾ കാണിക്കണം. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഉയരാൻ സാധിക്കണം. ഒരു വേട്ടക്കാരൻ കാട്ടിലേക്ക് പോയി മൃഗവിനോദത്തിന്, മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് ഇയാളുടെ മുന്നിൽ പുലി പ്രത്യക്ഷപ്പെട്ടു. ഓടിക്കേറിയൊരു മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ കയറി നോക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ വേറൊരു ആശാനിരിക്കുന്നു, കരടി മാമൻ. അപ്പം കരടി കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു, അടങ്ങിയിരുന്നോടോ ഒന്നു, കണ്ണുകൊണ്ട് ആനിരുന്നോ, ഞാൻ ഉപദ്രവിക്കുന്നില്ല. അപ്പം ഇയാൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ പുലി ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനും വിശക്കുന്നുണ്ടേ, മന്ത്രം ചൊല്ലിയിട്ടേ അതും കഴിക്കുള്ളൂ. കരടി ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടോ മനുഷ്യ, ആര് പറയണ? പുലി. എടോ മനുഷ്യ, എനിക്ക് വിശന്നിട്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ വന്നത്, എനിക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കണം എന്നൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഇര കിട്ടിയാൽ എൻ്റെ കാര്യം കഴിഞ്ഞ് ഞാൻ പോയിക്കോളാം, എനിക്കിതേ വിധിച്ചിട്ടുള്ളൂ. നീ ഒരു കാര്യം ചെയ്യൂ, ആ കരടി അങ്ങോട്ട് തട്ടിക്കോളൂ എന്ന്. അത് ഉറങ്ങിയെന്ന് കണ്ടപ്പോണ്ടല്ലോ ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു മനുഷ്യൻ. പക്ഷേ കരടിയുടെ സ്വഭാവം ഈ പൊട്ടനെ അറിയില്ലായിരുന്നു. അത് കാലും കയ്യും കുളത്തിയിട്ടാണ് ഉറങ്ങണതേ. ആ കരടി വീണില്ല. പുലി ഉടനെ കരടിയോട് പറയാണ്, നാണമില്ലല്ലോ കരടി, ഇത്ര വഞ്ചകനും ചതിയനായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ നീ അടുത്തിരുത്തിയിരിക്കണത്? അവൻ കണ്ടില്ലേ, നിന്നെ പറ്റിച്ചില്ലേ? ഞാൻ ഇര വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ തട്ടിയിട്ടു നിന്നെ. നീ എന്തിനാ അങ്ങനെ കാത്തിരിക്കുന്നത്? കാല് കൊണ്ടൊന്ന് വെച്ചു കൊടുക്കുമെന്നേ, താഴേക്ക് വീഴട്ടെ അവന്. ഉടനെ കരടി പറയുന്നത് എന്താണെന്നറിയോ? അവൻ അവൻ്റെ സ്വഭാവം കാണിച്ചു, ഞാൻ അവൻ്റെ സ്വഭാവം കാണിക്കാൻ പാടുമോ? എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്വഭാവമില്ലേ? എത്രയായാലും കയറി വന്നതല്ലേ അഭയം പ്രാപിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ അവനെ അഭയം കൊടുത്തിരിക്കണം, നീ വല്ല വരെയും നോക്കുമെന്നു. ആ കരടിയുടെ ഒരു മനസ്സുണ്ടല്ലോ, അയാൾക്ക് അഭയം കൊടുക്കണമെന്ന് പറയുന്നൊരു മനസ്സ്. ഇതൊരു കഥയാണെങ്കിലും എല്ലാവരിലും ഒരേ സ്വഭാവമല്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്ക് ഏത് സ്വഭാവത്തിൻ്റെ കൂടെയും ചെല്ലാനും സാധിക്കണം, അവരെന്ത് പറയുന്നതും ഉൾക്കൊള്ളാനും സാധിക്കണം. എന്നാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉയരാനും സാധിക്കണം. അങ്ങനെ ഉണ്ണികളെ സാധിച്ചില്ലെങ്കിൽ പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവൽ ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധാം. അതുകൊണ്ട് ഉണ്ണികളെ ഏവം മന കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപദീയമാനേ പ്രീതിന്നയാവൽ മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവൽ. ഇപ്രകാരം മനസ്സ് ആസ് ദ മൈൻഡ് സോ ദ ലൈഫ് എന്നാണ്. നമ്മുടെ മനസ്സ് ഉയർത്താൻ പറ്റുന്നൊരു മനസ്സല്ലെങ്കിൽ ആ മനസ്സിൻ്റെ കാമനകൾക്കനുസരിച്ച്, ഇന്ദ്രിയ തൃഷ്ണങ്ങൾക്കനുസരിച്ച് കർമ്മവശം പ്രയുക്തേ, അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും. ക്രമേണ നമ്മുടെ മനസ്സ് അവിദ്യയ ആത്മനി ഉപദീയമാനേ, അവിദ്യയാകുന്ന അജ്ഞാനത്തിൻ്റെ അവിവേകത്തിൻ്റെ ഉള്ളിൽ ഉറച്ചിരുന്ന് ആ മനസ്സ് പ്രീതിന്നയാവൽ മയി വാസുദേവേ, അന്തരാത്മാവായ എന്നോട് പ്രേമം കാണിക്കില്ല, എന്നിലേക്ക് ആ മനസ്സ് പ്രേമത്തോടെ തിരിയില്ല. അങ്ങനെയുള്ളവർ ദേഹയോഗേന നമുച്യതേ, ഈ ദേഹത്തിൻ്റെ യോഗത്തിൽ നിന്നും ആ മനസ്സിനൊരിക്കലും മുക്തമാവാൻ സാധിക്കുകയില്ല. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ദേഹത്തോട് ഒട്ടി നിൽക്കാം, ദേഹത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്താനും നിങ്ങൾക്ക് സാധിക്കും. എന്നിലേക്ക് തിരിയും തോറും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാവും, ഏതിലൂടെയും കടന്നു പോകാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. അതുകൊണ്ട് യഥാന പശ്യതി അയഥാ ഗുണേഹം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്യൽ ഗതസ്മൃതി വിന്ദതി തത്ര താപൻ ആസാധ്യമൈതുന്യമകാരമജ്ഞാം. എപ്രകാരം എന്നെ മറന്നുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ തന്നെ ജീവിതം ധരിപ്പിച്ചുകൊണ്ട്, അത് തന്നെ ഉറപ്പിച്ചുകൊണ്ട്, ഗതസ്മൃതി വിന്ദതി, താൻ ഭഗവാൻ ഉള്ളിലുണ്ടെന്ന ബോധം വിസ്മൃതി, അത് സ്മരണയിൽ നിന്ന് പോയിക്കൊണ്ട്, താപാൻ അനന്തമായ ദുഃഖങ്ങളെ അനുഭവിക്കാനായിട്ട് മൈഥുന്യമാകരമജ്ഞ, അവിവേകിയായിട്ടുള്ള ആള് ഇത് തന്നെ ജീവിതമെന്ന് കരുതി ഈ മൈഥുന്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കള്, വീട്, ഇതൊക്കെ തന്നെയാണ് ജീവിതമെന്ന് കരുതി അതിൽ തന്നെ ഇങ്ങോട്ട് മനസ്സിനെ ഉറപ്പിക്കും. എന്നിട്ടോ
പുംസസ്ത്രിയാ മിഥുനീ ഭാവമേദം തയോർമിതോ ഹൃദയഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ ജനസ്യ മോഹോയം അഹം മമേതി. കല്യാണം കഴിക്കുന്നത് വരെ ആ ഭാര്യയുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. എന്നാൽ ഒരിക്കൽ കല്യാണം കഴിച്ച് പുംസസ്ത്രീയ, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും മിഥുനീഭാവം, ഇത് തന്നെയാണ് എൻ്റെ ആള്, ഇത് തന്നെയാണ് എനിക്ക് ജീവിതം എന്ന് കരുതി ഹൃദയഗ്രന്ഥിമാഹു, ശരീരത്തിലല്ല ബന്ധനം വരുന്നത്, ബന്ധനം മനസ്സിൽ അങ്ങോട്ട് ബന്ധിച്ച് കളഞ്ഞു. എന്നിട്ടോ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് മക്കളിലേക്കും വീടിലേക്കും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് മോഹോ അഹം മമ, ഇയാൾ എൻ്റെയാണ്, ഞാൻ അവരുടെയാണ്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതം, ഇതൊക്കെയാണ് എനിക്കുള്ളത് എന്നൊക്കെ കരുതി അതിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് യഥാ മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്രദേതാം തഥാ ജന സംപരിവർത്തതേ സ്മാൻ മുക്തപരം ജാത്യതിഹായ ഹേതും. അങ്ങനെ അതിലൊക്കെ ദൃഢമായി മനസ്സുറപ്പിക്കുന്ന ആൾക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഉണ്ണികളെ. അതെന്താണ്? ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്താൻ, മനസ്സ് ഭഗവാനിലേക്ക് തിരിയാൻ അതിനെന്ത് വേണം? ദൃഢമായിട്ടുള്ളൊരു ഉപാസനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. തഥാ ജന സംപരിവർത്തതേ സ്മ, അങ്ങനെ ആ മനസ്സിനെ ആരിലേക്ക് ഉയർത്താം? ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും. അതിനെന്ത് വേണം? ഹംസോ ഗുരു മയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണതയാ വിതൃഷ്ണയാതൊന്തതിദിച്ഛയാ ച സർവത്ര ജന്തോ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസാഹ നിവൃത്യ. ഗുരുവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജിജ്ഞാസയോടുകൂടി തൻ്റെ ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ട് ദ്വന്ദ്വതിദീക്ഷയാ, ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം ജയം പരാജയം മാനം അപമാനം, ഇതിനെയൊക്കെ സമബുദ്ധിയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണികളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം.